നമസ്കാരം. സപ്തസ്വര യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡായ NCERT ക്ലാസ് 9 ഹിന്ദി ക്ഷിതിജ് ചാപ്റ്റർ 7 മേരെ ബച്പൻ കെ ദിൻ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേരെ ബച്പൻ കെ ദിൻ എന്ന ചാപ്റ്ററിൻ്റെ രചയിതാവ് മഹാദേവി വർമ്മയാണ്. ലേഖിക മഹാദേവി വർമ്മയാണ്. महादेवी वर्मा का जन्म सन 1907 में उत्तर प्रदेश के ഫറൂഖാബാദ് शहर में हुआ था. മഹാദേവി വർമ്മയുടെ ജനനം 1907 ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ ആയിരുന്നു. ഉൻകി ശിക്ഷാ ദീക്ഷ പ്രയാഗ് മേം ഹുയി. അവരുടെ വിദ്യാഭ്യാസം മുഴുവൻ പ്രയാഗിൽ ആയിരുന്നു. പ്രയാഗ് महिला विद्यापाठ में प्राचार्य पद पर लंबे समय तक कार्य करते हुए उन्होंने लड़कियों की शिक्षा के लिए काफ़ी प्रयत्न किए. പ്രയാഗ് മഹിളാ വിദ്യാപീഠത്തിൽ അവർ പ്രാചാര്യ പതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പൊസിഷനിൽ ഒരുപാട് സമയം സേവനം അനുഷ്ഠിക്കുകയും അവർ ലഡ്കിയോ കി ശിക്ഷ കെ ലിയെ കാഫി പ്രയത്നിക്കുകയെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തു. सन 1987 में उनका देहांत हो गया. 1987 അവർ ലേഖിക മരിച്ചു. महादेवी जी छायावाद के प्रमुख कवियों में से एक थी. മഹാദേവി വർമ്മ ഛായാവാദ് മീൻസ് ഇമോഷണൽ കവിതകളുടെ പ്രമുഖ കവികളിൽ ഒരാളായിരുന്നു. നിഹാർ, റഷീം, നീരജ, യാമ, ദീപശിഖ ഉൻകെ പ്രമുഖ കാവ്യസംഗ്രഹയെ. അവരുടെ പ്രമുഖമായ കാവ്യസംഗ്രഹങ്ങളായിരുന്നു നിഹാർ, റഷീം, നീരജ, യാമ, ദീപശിഖ തുടങ്ങിയവ. कविता के साथ साथ उन्होंने सशक्त गद्य रचनाओं में भी ലിഖി ഹെ. കവിതയോടൊപ്പം തന്നെ അവർ സശക്ത് ഗദ്യരചനയെ മീൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോസ് കമ്പോസിഷൻ, ശക്തമായിട്ടുള്ള ഗദ്യരചനകൾ പ്രോസ് കമ്പോസിഷൻസും നടത്തിയിരുന്നു. ജിൻമേം രേഖാചിത്ര തഥാ സംസ്മരൺ പ്രമുഖ ഹെ. അതിൽ പ്രമുഖമായതാണ് രേഖാചിത്രവും സംസ്മരണവും. പ്രശസ്ത പ്രോസ് കോമ്പോസിഷൻസ് ആണ് രേഖാചിത്ര, അതുപോലെ തന്നെ സംസ്മരൺ തുടങ്ങിയവ. അതീത് കെ ചലച്ചിത് സ്മൃതി കി രേഖായേം പദ് കെ സാത്തി ശൃംഖല കി കടിയാം ഉൻകി മഹത്വപൂർണ്ണ ഗദ്യരചനായേം ഹേ. അവരുടെ പ്രോസ് കമ്പോസിഷൻ, പ്രധാനപ്പെട്ട പ്രോസ് കമ്പോസിഷൻസ് ആണ് അതീത് കെ ചലച്ചിത്, സ്മൃതി കി രചനായേം, പദ് കെ സാത്തി, ശൃംഖല കി കടിയാം ആദി ഉൻകി പ്രസിദ്ധ गद्य रचनाएं है. महादेवी वर्मा को साहित्य अकादमी एवं ज्ञानपीठ पुरस्कार से सम्मानित किया गया है. മഹാദേവി വർമ്മയ്ക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരവും ജ്ഞാനപീഠ പുരസ്കാരവും ലഭ്യമായിട്ടുണ്ട്. ഭാരത് സർക്കാരിനെ ഉന്നോനെ പത്മഭൂഷൺ സെ അലങ്കൃത് കിയാ ഹെ. അതുപോലെ തന്നെ ഭാരത സർക്കാർ അവർക്ക് പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാദേവി വർമ്മ की साहित्य साधना के पीछे एक और आज़ादी के आंदोलन की प्रेरणा है तो दूसरी और भारतीय समाज में स्त्री जीवन की वास्तविक स्थिति का बोध भी है. महादेवी वर्मा के साहित्य साधना के पीछे, साहित्य साधना मीन्स लिटरेचर प्रैक्टिस, മഹാദേവി വർമ്മയുടെ ലിറ്ററേച്ചർ പ്രാക്ടീസിന് പുറകിലായിട്ട് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന് ആസാദി കെ ആന്തോളൻ കി പ്രേരണ. ആസാദി കെ ആന്തോളൻ മീൻസ് ഫ്രീഡം മൂവ്മെൻറ്റ്, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു എൻകറേജ്മെൻറ്റും അവർക്ക് സാഹിത്യം എഴുതാനൊരു പ്രേരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാരതീയ സമാജമേ സ്ത്രീ ജീവൻ കി വാസ്തവിക സ്ഥിതി ക ബോധ് ബീകെ. അതായത് ഭാരത സൊസൈറ്റിയിലെ, ഭാരത സമാജത്തിലെ സ്ത്രീകളുടെ ജീവൻ്റെ വാസ്തവിക സ്ഥിതിയെക്കുറിച്ചൊരു ധാരണയും, സ്ത്രീകളുടെ ജീവിതം എങ്ങനെയാണ് ഭാരത സൊസൈറ്റിയിൽ, ഭാരതീയ സമാജത്തിൽ സ്ത്രീകളുടെ ജീവൻ എങ്ങനെയാണ് എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുമാണ് അവർ ഈ സാഹിത്യം എഴുതി തുടങ്ങാനുള്ള ഒരു കാരണവും ഇതുതന്നെയാണ്. ഹിന്ദി ഗദ്യ സാഹിത്യമേം സംസ്മരൺ ഏവം രേഖാചിത്രക്ക് ബുലന്ദിയോം തക്ക് പഹുഞ്ചനെ കാ ശ്രേയ മഹാദേവി ജി കാ ഹെ. ഹിന്ദി ഗദ്യ സാഹിത്യമേം, ഹിന്ദി പ്രോസ് കമ്പോസിഷനിൽ, പ്രോസ് ലിറ്ററേച്ചറിൽ സംസ്മരൺ ഏവം രേഖാചിത്രക്കോ, സംസ്മരൺ അതുപോലെ രേഖാചിത്രം തുടങ്ങിയവയിൽ ബുലന്ദിയോം തക്ക് പഹുഞ്ചനേക്ക, ബുലന്ദിയോ മീൻസ് ഹൈറ്റിൽ, ഉന്നതിയിൽ, പഹുഞ്ചാനെ മീൻസ് എത്തിച്ചേരുവാനുള്ള ശ്രേയ മഹാദേവി ജി കോ ഹെ. ശ്രേയ മീൻസ് ക്രെഡിറ്റ്,
ആ ഒരു ക്രെഡിറ്റ് ആർക്ക് തന്നെയാണ്? ആ ഒരു ഹൈറ്റിലേക്ക് എത്തിച്ചേരാനുള്ള ക്രെഡിറ്റ് മഹാദേവിജിക്ക് തന്നെയാണ്. ഏതിനൊക്കെ ക്രെഡിറ്റ്? സംസ്മരൺ ഏവം രേഖാചിത്ര, ഇവയെല്ലാം ഹിന്ദി ഗദ്യ സാഹിത്യത്തിലെ സംസ്മരൺ രേഖാചിത്ര ഇവയ്ക്കെല്ലാം ഉയരങ്ങളിൽ എത്തിച്ചേരാനുള്ള ഒരു ക്രെഡിറ്റ് ആർക്കാണ് ഉണ്ടായിരുന്നത്? മഹാദേവിജിക്കാണ് ഉണ്ടായിരുന്നത്. ഉൻകെ സംസ്മരണോം അവർ രേഖാചിത്രോമേം ശോഷിത് പീഡിत लोगों के प्रति ही नहीं बल्कि पशु पक्षियों के लिए भी आत्मीयता एवं अक्षय करुणा प्रकट हुई है. उनके സംസ്മരണവും അവർ രേഖാചിത്രവും അവരുടെ ഈ പ്രോസ് കോമ്പോസിഷൻസ് ആയ സംസ്മരൺ അഥവാ അതുപോലെ തന്നെ രേഖാചിത്ര ഇതിൽ ശോഷിത് പീഡിत लोगों के प्रति ही नहीं, അതായത് പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ളത് മാത്രമല്ല, ബൽക്കി പശു പക്ഷിയും കേലിയെ ബി ആത്മീയത ഏവം അക്ഷയ കരുണ പ്രകട് ഹുയേ ഹെ, അതുപോലെ തന്നെ പശു പക്ഷി തുടങ്ങിയവയോടുള്ള ഇൻറ്റിമസി, ആത്മീയത മീൻസ് ഇൻറ്റിമസി ഒരു അടുപ്പവും, അതുപോലെ തന്നെ അതുപോലെ തന്നെ അക്ഷയ കരുണ പ്രകട് ഹുയി ഹെ. അക്ഷയ കരുണ മീൻസ് ഇൻഫിനിറ്റ് കൈൻഡ്നസ്, അവരോടുള്ളൊരു അനുകമ്പയും പ്രകടമാണ്. ഈ പശു പക്ഷികളോടുള്ള ഒരു അനുകമ്പയും അതുപോലെ തന്നെ പീഡിതമായ ജനങ്ങളോടുള്ള ഒരു അനുകമ്പയും അവരുടെ രചനകളിൽ പ്രകടമാണ്. ഉൻകി ഭാഷാ ശൈലി सरल एवं स्पष्ट है तथा शब्द चयन प्रभावपूर्ण और चित्रात्मक है. അവരുടെ ഭാഷാശൈലി സരൾ മീൻസ് സിമ്പിൾ ആണ്, അതുപോലെ തന്നെ സ്പഷ്ട് മീൻസ് ക്ലിയർ ആണ്. അവരുടെ ഭാഷാശൈലി, അവരെഴുതുന്ന രചനാ ശൈലിയൊക്കെ സരൾ സിമ്പിളും അതുപോലെ തന്നെ ക്ലിയറുമാണ്. തഥാ ശബ്ദ ചയൻ പ്രഭാവപൂർണ്ണ അവർ ചിത്രാത്മക ഹെ, അതുപോലെ തന്നെ അവർ സെലക്ട് ചെയ്യുന്ന അവരുടെ ഒരു വേർഡ്സ് പ്രഭാവപൂർണ്ണ അവർ ചിത്രാത്മക ഹെ, ഒരു പ്രഭാവപൂർണവും അതുപോലെ തന്നെ പിക്ചറിൽ ചിത്രാപൂർണവുമായിട്ടുള്ളതാണ് അവരുടെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. വേർഡ്സിനോടുള്ള ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രഭാവപൂർണമാണ്. പ്രഭാവപൂർണ്ണ മീൻസ് ഇഫക്റ്റീവ് എന്നാണ് കേട്ടോ. ഇഫക്റ്റീവാണ്, അവരുടെ വേർഡ് സെലക്ഷൻ ഭയങ്കര ഇഫക്റ്റീവ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മേരെ ബച്പൻ കെ ദിൻ മേ മഹാദേവി ജീനെ അപ്പനെ ബച്പൻ കെ ഉൻ ദിനോം കോ സ്മൃതി കെ സഹാരെ ലിഖാ ഹെ. സ്മൃതി കെ സഹാരെ മീൻസ് സ്മൃതിയുടെ സഹായത്തോടെ, സ്മൃതി മീൻസ് മെമ്മറിയുടെ സഹായത്തോടെ എഴുതിയിരിക്കുന്നതാണ് എന്ത്? ഓർമ്മകളുടെ സഹായത്തോടെ എഴുതിയിരിക്കുന്നതാണ് മേരെ ബച്പൻ കെ ദിൻ എന്നത്. ജബ് വേ വിദ്യാലയമേ പഠ രഹി തി, എപ്പോഴുള്ള ഓർമ്മകളാണ്? അവർ വിദ്യാലയത്തിൽ പഠിക്കുമ്പോഴുള്ള ഓർമ്മകളുടെ ആ ഒരു സഹായത്തിൽ എഴുതിയ ഒരു മേരെ ബച്പൻ കെ ദിൻ എന്ന ലേഖനം. ഇസ് അംശമേം ലഡ്കിയോ കെ പ്രതി സാമാജിക് രവയെ, ഈ ഒരു അംശ മീൻസ് പാർട്ടിൽ ലഡ്കിയോ കെ പ്രതി പെൺകുട്ടികളോടുള്ള സാമാജിക് രവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ഒരു അനുഭവം, പെൺകുട്ടികളോടുള്ള സൊസൈറ്റിയുടെ ഒരു സാമാജിക് അനുഭവം മീൻസ് പെൺകുട്ടികളോടുള്ള ഒരു പെരുമാറ്റ രീതി. വിദ്യാലയക്ക് സഹപാഠിന്, അതുപോലെ തന്നെ വിദ്യാലയത്തിലെ മറ്റു സഹപാഠികൾ ഛാത്രാവാസ് കെ ജീവൻ, ഛാത്രാവാസ് മീൻസ് ഹോസ്റ്റൽ ജീവിതം, അവർ സ്വതന്ത്രത ആന്തോളൻ ഫ്രീഡം മൂവ്മെൻറ്റ് കെ പ്രസംഗം, ഫ്രീഡം മൂവ്മെൻറ്റ് സ്പീച്ച്, ഇതിനെക്കുറിച്ചെല്ലാം ബഹുത്ത് ഹി സജീവ് വർണ്ണ കിയാ ഹെ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. മേരെ ബച്പൻ കെ ദിൻ. बचपन की स्मृतियों में एक विचित्र सा आकर्षण होता है. कभी कभी लगता है जैसे सपने में सब देखा होगा. परिस्थितियों बहुत बदल जाती है. बचपन की സ്മൃതിയോ में एक विचित्र सा आकर्षण होता था. കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. സ്മൃതിയോ മീൻസ് മെമ്മറി, ഓർമ്മകൾ. ഞാൻ പറയുന്ന വേർഡ്സിൻ്റെ ഒക്കെ മീനിങ് അറിയാത്തതുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതി വെക്കണം കേട്ടോ. ബച്പൻ കി സ്മൃതിയോമേം ഏക്ക് വിചിത്ര സ ആകർഷൺ ഹോത്താതെ, വിചിത്ര മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. എപ്പോൾ? കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. കബി കബി ലഗ്താ ഹെ, ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ജയ്സെ സപ്നമേം സബ് ദേക്കാ ഹോഗ, സ്വപ്നത്തിൽ, സപ്നെ മീൻസ് സ്വപ്നത്തിൽ ഇതെല്ലാം കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്.
പരിസ്ഥിതിയോ ബഹുത് ബദൽ ജാത്തി ഹെ. പരിസ്ഥിതി മീൻസ് സിറ്റുവേഷൻ ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പനെ പരിവാർ മേം കൈ പീഡിയോം കെ ബാദ്. പീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേഷൻസ് എന്നാണ് കേട്ടോ. അപ്പനെ പരിവാർമേം ഞങ്ങളുടെ ഫാമിലിയിൽ, പരിവാർ മീൻസ് ഫാമിലിയിൽ, കൈ പീഡിയോം കെ ബാത്ത് ഉത്പന്ന ഹുയി ഹെ. ഒരുപാട് ജനറേഷന് ശേഷം ഉത്പന്ന മീൻസ് ജന്മ ഹുയി ഹെ. ജനിച്ചതാണ് ആര്? ലേഖിക. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് ജനറേഷൻസിന് ശേഷം, പീഡിയോ മീൻസ് ജനറേഷൻസിന് ശേഷമാണ് ആര് ജനിച്ചത്? ലേഖിക ജനിച്ചത്. मेरे परिवार में प्रायः 200 वर्ष तक कोई लड़की दी ही नहीं. ഞങ്ങളുടെ കുടുംബത്തിൽ, മേരെ പരിവാർ മീൻസ് ഞങ്ങളുടെ ഫാമിലിയിൽ, പ്രായഃ 200 വർഷ തക്ക് കോയി ലടുക്കി ദി ഹി നെഹി. ഞങ്ങളുടെ കുടുംബത്തിൽ ഏകദേശം 200, 200 മീൻസ് 200 വർഷങ്ങൾ വരെ, കോയി ലടുക്കി ദി ഹി നെഹി, ഒരു പെൺകുട്ടി പോലും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ലേഖിക ആ ഒരു കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നത്. സുനാ ഹെ ഉസ്കെ പെഹലെ ലഡ്കിയോം को पैदा होते हैं परम दाम बेच देते हैं. सुना है കേട്ടിട്ടുണ്ട്. ഉസ്കെ പെഹലെ ലഡ്കിയോം കോ പൈദ ഹോത്തെ ഹി. അതിനു മുമ്പ് ജനിച്ചിരിക്കുന്ന പെൺകുട്ടികളെയെല്ലാം ജനിച്ച ആ സമയത്ത് തന്നെ എന്തായി? പരംദാം ബേജ് ദേത്തെ ഹെ. പരംദാം മീൻസ് ഇവിടെ ഹെവൻ എന്നാണ് കേട്ടോ. ഹെവനിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഫിർ മേരെ ബാബാനെ ബഹുത്ത് ദുർഗാ പൂജ കി. അതിനുശേഷം എൻ്റെ ബാബ ഒരുപാട് ദുർഗാ പൂജകൾ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഒരു പെൺകുട്ടി ആ കുടുംബത്തിൽ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ദുർഗാ പൂജകൾ നടത്തി. ഹമാരി കുൽദേവി ദുർഗാദി. കാരണം എന്താ? അവരുടെ കുലദേവത ദുർഗാദേവിയായിരുന്നു. ഒരു ഫാമിലി ഗോഡ് എന്ന് പറയുന്ന ദേവത, ഗോഡസ് ആയിരുന്നു ദുർഗാദേവി. മേം ഉത്പന്ന ഹുയി തോ മേരി ബഡി ഗാദർ ഹുയി ഔർ മുझे വഹ് സബ് നഹിം സഹന പടാ ജോ അന്യ ലഡ്കിയോം കോ സഹന പടുത്താ ഹെ. മേ ഉത്പന്ന ഹുയി, ഉത്പന്ന ഇവിടെ ജന്മ എന്നാണ് അർത്ഥം. മേ ഉത്പന്ന ഹുയി തോ മേരി ബഡി ഗാദർ. ഗാദർ മീൻസ് ടേക്ക് കെയർ. ഞാൻ ജനിച്ചപ്പോൾ എല്ലാവരും എന്നെ അത്രത്തോളം ടേക്ക് കെയർ, അത്രത്തോളം സംരക്ഷിച്ചാണ് വളർത്തിയത്. അവർ മുझे വഹ് സബ് നഹിം സഹന പട. അതുപോലെ തന്നെ എനിക്ക് മറ്റുള്ളവർ സഹിക്കുന്നത് പോലെ, അതായത് മറ്റു പെൺകുട്ടികൾ സഹിക്കുന്നത് പോലെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതായത് മറ്റ് ഉള്ള വീടുകളിൽ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് ദുരിതം അനുഭവിച്ചാണ് വന്നത്. കാരണം ആ സ്ഥലങ്ങളിലൊന്നും പെൺകുട്ടികൾ ജനിക്കുന്നത് ആർക്കും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 200 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ഈ ലേഖികയുടെ വീട്ടിലെ ലേഖിക ഒരുപാട് സുരക്ഷിതത്തോടു കൂടിയാണ് വളർന്നത്. പരിവാർ മേം ബാബ ഫാർസി അവർ ഉറുദു ജാൻതാതെ. ഞങ്ങളുടെ കുടുംബത്തിൽ, പരിവാർ മീൻസ് ഫാമിലിയിൽ, ബാബയ്ക്ക് ഏതൊക്കെ ലാംഗ്വേജ് ആയിരുന്നു അറിയുകയുണ്ടായിരുന്നത്? ഫാർസി അവർ ഉറുദു. ഫാർസിയും ഉറുദുവും അറിയാമായിരുന്നു. ജാൻതേദേ മീൻസ് അറിയാമായിരുന്നു. പിതാനെ അംഗ്രേസി പഠീതി. അച്ഛൻ എന്തായിരുന്നു പഠിച്ചത്? അംഗ്രേസി, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി കാ കോയി വാതാവരൺ നഹിന്ദ. ഹിന്ദിയുടെ ഒരു കോൺവെർസേഷൻ, വാതാവരൺ മീൻസ് കോൺവെർസേഷനും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ വീട്ടിൽ ബാബ സംസാരിച്ചിരുന്നത് ഫാർസിയും ഉറുദുവും, പിതാവ് സംസാരിച്ചിരുന്നത് അംഗ്രേസിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്തുണ്ടായിരുന്നില്ല? ഒരു ഫാമിലിയിൽ ഒരു ഹിന്ദി കോൺവെർസേഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴാണ് ഹിന്ദി കോൺവെർസേഷൻ കടന്നു വന്നത്? മേരി മാതാ ജബൽപൂർ സെ ആയി തബ് വേ അപ്പനെ സാത്ത് ഹിന്ദി ലായി. എൻ്റെ അമ്മ ജബൽപൂർകാരിയാണ്. അപ്പോൾ അവരെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഹിന്ദിയും എത്തിച്ചേർന്നത്. കാരണം എൻ്റെ അമ്മയുടെ ഭാഷ ഹിന്ദി ആയിരുന്നു. വേ പൂജ പാട് ബി ബഹുത്ത് കർത്തീതി. എൻ്റെ അമ്മ വേ പൂജ പാട് ബി ബഹുത്ത് കർത്തീതി. അവർ ഒരുപാട് പൂജകൾ ചെയ്യുന്ന ആളായിരുന്നു. പൂജ പാട് മീൻസ് പൂജാ മന്ത്രങ്ങളും ഭക്തിഗാനങ്ങളൊക്കെ പാടിക്കൊണ്ടിരുന്നവരായിരുന്നു. പെഹലെ പഹൽ ഉനോനെ മുജ്കോ പഞ്ചതന്ത്ര പഠന സീക്കായ. ആദ്യമായിട്ട് എന്നെ അമ്മയാണ് എന്ത് പഠിപ്പിച്ചത്? പഞ്ചതന്ത്ര പഠന സീക്കായ. പഞ്ചതന്ത്രം പഠിക്കാൻ വേണ്ടിയിട്ട് അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. ബാബ കഹത്തേതേ. ബാബ പറഞ്ഞു, ഇസ്കോ ഹം വിദൂഷി
ബനായെങ്കിൽ നമുക്ക് ഇവളെ എന്താക്കണം എന്നാണ് പറയുന്നത്. വിദൂഷി മീൻസ് ഒരു സ്കോളർ, ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേളാക്കി മാറ്റണമെന്ന് ബാബ പറയുകയാണ്. സ്കോളർ. ബാബ കത്തെ ദേക്കി ഇസ്കോ ഹം വിദൂഷി ബനായെങ്കിൽ. ആരെ? ഈ ലേഖികേനെ നമുക്ക് വിദൂഷിയാക്കണം. മേരെ സംബന്ധ് മേം ഉൻകാ വിചാർ ബഹുത്ത് ഊഞ്ചാ രഹാദ. ഇവിടെ ലേഖിക സ്വന്തം കഥ തന്നെയാണ് കേട്ടോ അവിടെ പറയുന്നത്. മേരെ സംബന്ധ് മേം, എന്നെക്കുറിച്ച്. മേരെ സംബന്ധ് മേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നെക്കുറിച്ച്. ഉൻകാ വിചാർ, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട്. ഊഞ്ചാ രഹാദ, അവളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ ഉയരത്തിലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ എഡ്യൂക്കേറ്റഡ് ആക്കണം, നല്ല ഒരു പൊസിഷനിൽ എത്തിക്കണം എന്നതൊക്കെ അവളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ വിചാരങ്ങളായിരുന്നു. ഇസലിയെ പഞ്ചതന്ത്ര ബി പഠാ മേനെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തും പഠിച്ചു, പഞ്ചതന്ത്രവും പഠിച്ചു. സംസ്കൃത് ബി പഠി, സംസ്കൃതവും പഠിച്ചു. യേ ആവശ്യ ചാഹത്തെ ദേക്കി മേം ഉറുദു ഫാർസി സീക്കിലും. എനിക്ക് വേണ്ട വേറൊന്നും കൂടെ എന്തായിരുന്നു, മേം യേ ആവശ്യ ചാഹത്തെ ദേക്കി, ഇതൊരു അത്യാവശ്യ ഘടകമായി വന്നു. എന്ത്? ഉറുദു ഫാർസി സീക്കിലും, ഉറുദുവും ഫാർസിയും പഠിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അവശ്യ ഘടകമായി വന്നു, ഇമ്പോർട്ടൻ്റ് ആയി വന്നു. ലേക്കിൻ വഹ് മേരെ വഷ്കി നെഹിന്ദി. പക്ഷേ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വശമായിരുന്നില്ല, എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമായിരുന്നില്ല. ഇത് എന്ത് പഠിക്കാൻ, ഫാർസിയും ഉറുദുവും പഠിക്കാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഈസി ആയിരുന്നില്ല. മേനെ ജബ് ഏക് ദിൻ മൗലവി സാഹബ് കോ ദേഖാ തോ ബസ് ദൂസരേ ദിൻ മേ ചാർപ്പായിക്ക് നീച്ചെ ജാ ചിപ്പി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേനെ ജബ് ഏക് ദിൻ മൗലവി സാഹബാണ് അവളെ ഉറുദുവും ഫാർസിയും പഠിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്നത്. മേനെ ജബ് ഏക് ദിൻ മൗലവി സാഹബ് കോ ദേഖാ തോ ബസ്. ഞാൻ ഒരു ദിവസം മൗലവി സാഹബിൻ്റെ അടുത്ത് ഇരുന്നതേ ഉള്ളൂ, മൗലവി സാഹബിനെ കണ്ടതേ ഉള്ളൂ. ദൂസരേ ദിൻ മേൻ ചാർപ്പായിക്കെ നീച്ചെ ജാ ചിപ്പി. അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ചാർപ്പായി മീൻസ് കട്ടിൽ, ബെഡിൻ്റെ അടിയിൽ പോയിട്ട് ജാ ചിപ്പി ഒളിച്ചിരുന്നു, ഹൈഡ് ചെയ്തു. തബ് പണ്ഡിറ്റ് ജി ആയ സംസ്കൃത് പഠാനെ. അപ്പോൾ ആര് വന്നു? സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിറ്റ് ജി വന്നു. മാം തോടി സംസ്കൃത് ജാൻതീതി. അമ്മയ്ക്ക് കുറച്ച് ഹിന്ദി അറിയായിരുന്നു. ഗീത മേം ഉനോനെ വിശേഷ് രുചി ദി. ഗീത മീൻസ് ഇവിടെ ഭഗവത് ഗീതയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഭഗവത് ഗീത മേം ഉനോനെ വിശേഷ് രുചി ദി. അവൾക്കൊരു പ്രത്യേക രുചി മീൻസ് കഴിവ് തന്നെ ഉണ്ടായിരുന്നു. രുചിതി. പൂജ പാടിക്കെ സമയം മേം ബി ബൈറ്റ് ജാത്തീതി. അമ്മ പൂജയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാനും അമ്മയോടൊപ്പം ഇരിക്കുമായിരുന്നു. അവർ സംസ്കൃത് സുൻതീതി. ഞാൻ അമ്മ പറയുന്ന സംസ്കൃതം കേട്ട് പറയുമായിരുന്നു. ഉസ്കെ ഉപരാന്ത് മീൻസ് ആഫ്റ്റർ ദാറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം. ഉപരാന്ത് മീൻസ് അതിനുശേഷം. ഉനോനെ മിഷൻ സ്കൂൾ മേ രക്തിയ മുജ്കോ. അവരെന്നെ എവിടെ കൊണ്ട് ചേർത്തു? മിഷൻ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർത്തു. മിഷൻ സ്കൂൾ മേ വാതാവരൺ ദൂസരാത. വാതാവരൺ മീൻസ് അറ്റ്മോസ്ഫിയർ. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? മിഷൻ സ്കൂളിലെ അറ്റ്മോസ്ഫിയർ ഒരു വേറിട്ടതായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല മിഷൻ സ്കൂൾ. പ്രാർത്ഥന ദൂസരീതി. അവിടുത്തെ പ്രേയറും വ്യത്യസ്തമായിരുന്നു, ഡിഫറെൻ്റ് ആയിരുന്നു. മേര മൻ നെഹിം ലഗ. എനിക്ക് അവിടെ പോകാൻ എന്തായിരുന്നില്ല? മൻ നെഹിം ലഗ മീൻസ് ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ ദെയർ. എനിക്ക് അവിടെ പോകാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, എനിക്കവിടെ ഇഷ്ടപ്പെട്ടില്ല. വഹാം ജാന ബന്ദ് കർദിയ. ഞാൻ എന്ത് ചെയ്തു? അവിടെ പോകുന്നത് നിർത്തി. ബന്ദ് കർദിയ മീൻസ് നിർത്തി. മിഷൻ സ്കൂളിൽ പോകുന്നത് ഞാൻ നിർത്തി. ജാനെ മേം രോനെ ധോനെ ലഗി. പോവാൻ നേരത്ത് ഞാൻ എന്ത് ചെയ്തു? എന്നെ അങ്ങോട്ട് വിടാൻ നേരത്ത് ഞാൻ രോനെ ധോനെ മീൻസ് കരയാനും പിഴിയാനും തുടങ്ങി. തബ് ഉന്നോനെ മുജുക്കോ ക്രാസ്തവേഡ് ഗേൾസ് കോളേജ് മേം ബേജ. അപ്പോൾ അവരെന്ത് ചെയ്തു? എന്നെ ക്രോസ്തവേഡ് ഗേൾസ് കോളേജിൽ എന്നെ അയച്ചു. ജഹാ മേം 5 വേം ധർച്ചു മേം ഭർത്തി ഹുയി. അവിടെ ചെന്നിട്ട് എന്നെ എത്രാം ക്ലാസ്സിലാണ്, ഏത് സ്റ്റാൻഡേർഡിലാണ് ഇരുത്തിയത്? 5 വേം, 5ാം സ്റ്റാൻഡേർഡ്. ധർച്ച് മീൻസ് 5ാം സ്റ്റാൻഡേർഡിൽ എൻ്റെ ഭർത്തി മീൻസ് അഡ്മിഷൻ എടുത്തു.
യഹാം കാ വാതാവരൺ ബഹുത്ത് അച്ചാദ. അവിടെ ചെന്നപ്പോൾ ആർക്ക് ഇഷ്ടപ്പെട്ടു? ലേഖിക്ക് ഇഷ്ടപ്പെട്ടു. യഹാം കാ വാതാവരൺ, വാതാവരൺ മീൻസ് അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ഒരു സ്ഥിതി ചുറ്റുപാടുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ആ സമയത്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ആ സിറ്റുവേഷൻ, അവിടുത്തെ ചുറ്റുപാടെല്ലാം ആ സമയത്ത് വളരെ നല്ലതായിരുന്നു. ഹിന്ദു ലടുക്കിയാമ്പീതി, ഈസായി ലടുക്കിയാമ്പീതി, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹിന്ദു പെൺകുട്ടികളും ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഹം ലോഗോം കാ ഏക് ഹി മെസ് ദ. മെസ് മീൻസ് ഇവിടെ ക്യാൻറ്റീനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ എന്താണ്, എല്ലാവർക്കും കൂടി ഒരു മെസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഉസ് മെസ് മേം പ്യാജ് തക്ക് നെഹിം ബൻതാദ. ആ മെസ്സിൽ ഉള്ളി, പ്യാജ് മീൻസ് ഉള്ളി പോലും ഉണ്ടാക്കിയിരുന്നില്ല. അതായത് ഈ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഉള്ളി യൂസ് ചെയ്യാത്ത, പ്യാജ് ഓണിയൻ യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ, ആൾക്കാരും ഉണ്ട് കേട്ടോ. കാരണം ഈ എസ്പെഷ്യലി അവർ ഈ ദുർഗാ പൂജയ്ക്കൊന്നും ഓണിയൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു വിഭവങ്ങളും അവർ ഉണ്ടാക്കാറില്ല. അവർ ആ സമയത്തൊക്കെ അത് അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഈ ദുർഗാ പൂജയ്ക്കൊക്കെ അവർ ഉള്ളി യൂസ് ചെയ്യില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഉസ് മെസ്മേം പ്യാജ് തക്ക് നെഹിം ബൻതാദ. ആ ഒരു മെസ്സിൽ ഉള്ളി ഉപയോഗിക്കുകയേ ഉണ്ടായിരുന്നില്ല. വഹാം ഛാത്രാവാസ് കെ ഹർ ഏക് കമരേമേം ഹം 4 ഛാത്രായേം രഹത്തി തി. വഹാം ഛാത്രാവാസ് കെ, അവിടുത്തെ ഛാത്രാവാസ് മീൻസ് ഹോസ്റ്റലിൽ. വഹാൻ ഛാത്രാവാസ് കെ ഹർ ഏക് കമരേമേം, അവിടുത്തെ ഹോസ്റ്റലിലെ ഓരോ റൂമിലും ഹം 4 ഛാത്രായേം രഹത്തി തി, ഞങ്ങൾ 4 സ്റ്റുഡൻസ് ആണ് താമസിച്ചിരുന്നത്. 4 ഛാത്രായ മീൻസ് 4 സ്റ്റുഡൻസ് ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഹോസ്റ്റലിൽ ഓരോ മുറിയിൽ 4 കുട്ടികൾ വീതമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഉന്മേം പെഹലി ഹി സാത്തിൻ സുഭദ്രകുമാരി മിലി. എനിക്ക് അവിടെ ആദ്യത്തെ ഒരു കൂട്ടുകാരിനെ കിട്ടി. സാത്തിൻ മീൻസ് ഫ്രണ്ട്, ആദ്യത്തെ ഫ്രണ്ടിനെ കിട്ടി. അവരുടെ പേരാണ് സുഭദ്രകുമാരി. അറിയപ്പെടുന്ന ഒരു പോയറ്റാണ് ആര്? സുഭദ്രകുമാരി. സാത്വേം ദർജമേം വേ മുജ്സെ 2 ദാൽ സീനിയർ ദി. ഇവർ ലേഖിക 5ാം ക്ലാസ്സിലും സുഭദ്രകുമാരി 7ാം ക്ലാസ്സിലുമായിരുന്നു പഠിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സാൽ മീൻസ് 2 വർഷം സീനിയർ ആയിരുന്നു. ലേഖികനേക്കാളും 2 വർഷം സീനിയർ ആയിരുന്നു സുഭദ്രകുമാരി. എന്നാലും അവർ ഒരേ കൂട്ടുകാരായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു. വേ കവിത ലിഖ്തി. അവരെന്ത് ചെയ്യുമായിരുന്നു? സുഭദ്രകുമാരി കവിത എഴുതുമായിരുന്നു. അവർ മേംബി ബജ്പൻ സെ തുക് മിലാത്തി ആയിതി. എനിക്കും കുട്ടിക്കാലത്ത് എനിക്ക് എന്ത് ഞാൻ ചെയ്യുമായിരുന്നു? തുക് മിലാത്തി ആയിതി. തുക് മിലാത്തി മീൻസ് റൈം എഴുതുമായിരുന്നു. ഞാനും കുട്ടിക്കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു? റൈം എഴുതുമായിരുന്നു, വരികൾ എഴുതുമായിരുന്നു. ബജ്പൻ മേ മാം ലിഖ്തി. കുട്ടിക്കാലത്ത് ആരെഴുതുമായിരുന്നു? മാം ലിഖ്തി. കുട്ടിക്കാലത്ത് അമ്മ എഴുതുമായിരുന്നു. പദബി ഗാത്തി. പദബി മീൻസ് വരികൾ പാടുമായിരുന്നു, വേഴ്സസ് പാടുമായിരുന്നു. അതായത് അവളുടെ അമ്മയും എന്ത് ചെയ്യുമായിരുന്നു? വേഴ്സസ് പാടുമായിരുന്നു. ആ ഒരു ശീലമാർക്കും കിട്ടി? ലേഖികയ്ക്കും കിട്ടിയിട്ടുണ്ട്. മീരാക്കെ പദ് വിശേഷ രൂപസെ ഗാത്തി തി. അവളുടെ അമ്മ മീരാക്കെ പദ്, മീരയുടെ വേഴ്സസ് ഒരു പ്രത്യേക രൂപത്തിൽ തന്നെ പാടുമായിരുന്നു. സവേരെ ജാഗിയെ കൃപാനിദാൻ പഞ്ചി ബൻ ബോലെ. സവേരെ മീൻസ് സുബഹ്, മോർണിംഗിൽ. ജാഗിയെ കൃപാനിദാൻ പഞ്ചി ബൻ ബോലെ എന്ന പാട്ട് കേട്ടിട്ടാണ് അവർ എണീക്കുന്നത്. അമ്മയുടെ ആ പാട്ട് കേട്ടിട്ടാണ് അവർ എണീക്കുക മോർണിംഗിൽ. പ്രഭാതി ഗാത്തീതി, പകൽ പാടുമായിരുന്നു. ഷാം കോ മീരാക്ക കോയി പദ് ഗാത്തീതി. ഷാം മീൻസ് ഈവനിങ് സമയത്ത് മീരാബായുടെ കുറച്ച് വേഴ്സസും പാടുമായിരുന്നു. സുൻ സുൻകർ മേനെ ബി ബ്രജ് ഭാഷാമേ ലിഖ്ന ആരംഭിക്കുക. അമ്മയുടെ ഈ പാട്ടുകളെല്ലാം, വേഴ്സസ് എല്ലാം കേട്ടുകൊണ്ട് ഞാനും ബ്രജ് ഭാഷയിൽ എഴുതാൻ തുടങ്ങി. യഹാം ആക്കർ ദേഖാ കി സുഭദ്ര കുമാരി ജി ഗഡി ബോലി മേ ലിഖ്തി തി. ഇവിടെ വന്നതിന് ശേഷം കണ്ടതാണ് സുഭദ്ര കുമാരിജിയെ ഗഡി ബോലിമേ. ഗഡി ബോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ വേർഡ്സിലാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. നോർമൽ ആയിട്ടുള്ള വേർഡ്സിലാണ് ആരെഴുതിക്കൊണ്ടിരുന്നത്? സുഭദ്രകുമാരി എഴുതിക്കൊണ്ടിരുന്നത്. മേ ബി വൈസാഹി ലിഖ്നെ ലഗി. ഞാനും അതുപോലെ എഴുതാൻ തുടങ്ങി. ലേക്കിൻ സുഭദ്ര ജി ബഡി ദി പ്രതിഷ്ഠിത് ഹോ ചുക്കി ദി. പക്ഷേ സുഭദ്രാജി എന്തായിരുന്നു? ഫേമസ് ആയിരുന്നു. പ്രതിഷ്ഠിത് മീൻസ് പോപ്പുലർ ആയിരുന്നു, ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് അവരെ കാണാതെയാണ് ആരെഴുതിയത്?
ലേഖിക ഇരുന്ന് ഈ കവിത എഴുതിയത്. ഉൻസെ ചിപ്പാ ചിപ്പാക്കർ ലിഖ്തി ദി മേം, ഞാൻ അവരെ കാണാതെ. സുഭദ്രാജി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കവിത്രിയാണ്, അതുകൊണ്ട് തന്നെ അവരെ കാണാതെ ഒളിച്ചു വെച്ചുകൊണ്ടാണ് ലേഖിക എഴുതിക്കൊണ്ടിരുന്നത്. ഏക് ദിൻ ഉനോനെ കഹ മഹാദേവി തും കവിത ലിഖ്തി ഹോ. ഏക് ദിൻ സുഭദ്രകുമാരി പൂച്ച മഹാദേവി തും കവിത ലിഖ്തി ഹോ, മഹാദേവി നീ കവിത എഴുതുമോ? തോ മേനെ ഡർക്കെ മാരെ കഹ നെഹി, അപ്പോൾ ഞാൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു, ഈശ്വര കള്ളത്തരമൊക്കെ പൊളിയോ എന്നോർത്തുകൊണ്ട് ഞാൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല. കാരണം എന്താ, എൻ്റെ കവിത സുഭദ്രാജിയുടെ കവിതയ്ക്ക് മുമ്പിൽ ഒന്നുമല്ലാന്ന് ഞാൻ ഭയന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല. अंत में उन्होंने मेरे डेस्क की किताबों की तलाशी ली और बहुत सा निकाल पड़ा उसमें से. अंत में അവസാനം उन्होंने मेरे डेस्क की किताब की तलाश ली, അവർ എൻ്റെ ഡെസ്ക് എന്ന് പറഞ്ഞാൽ ടേബിളിലിരിക്കുന്ന ബുക്കുകളൊക്കെ എന്താ തലാശി ലീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്തു. തലാശി മീൻസ് സെർച്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ബഹുത്ത് സാ നിക്കാൽ പട, അതിൽ നിന്ന് ഒരുപാട് ഞാൻ എഴുതി വെച്ച ഒരുപാട് പോയംസ് അവരെടുത്തു. तब जैसे किसी अपराधी को पकड़ते हैं ऐसे उन्होंने एक हाथ में कागज़ लिए और एक हाथ से मुझको पकड़ा और पूरे हॉस्टल में दिखा आई कि ये कविता लिखती है. तब जैसे किसी अपराधी को पकड़ते हैं, അപ്പോൾ എങ്ങനെയായിരുന്നു, എന്തോ ഒരു അപരാധി മീൻസ് കുറ്റവാളി, ക്രൈം ചെയ്തവരെ പോലെ പിടിച്ചുകൊണ്ട് പോവുമായിരുന്നു. ഏസെ ഉന്നോനെ ഏക്ക് ഹാത്തും, എങ്ങനെയായിരുന്നു, അവരുടെ ഒരു കയ്യിൽ കാഗസ് ലിയെ, അവരെഴുതിയ പോയങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. കാഗസ് മീൻസ് പേപ്പറുകളും എടുത്തു. ഏക്ക് ഹാത്ത് സെ മുജ്കോ പക്കട, ഒരു കയ്യിൽ അവർ എന്നെയും പിടിച്ച് അപരാധീനെ കൊണ്ടുപോകുന്നത് പോലെ, ക്രൈം ചെയ്തവരെ കൊണ്ടുപോകുന്ന പോലെ വലിച്ചുകൊണ്ട് പോയി. അവർ പൂരെ ഹോസ്റ്റൽ മേ ദിക്ക ആയിക്കി, എന്നിട്ട് ഫുൾ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും, ഹോസ്റ്റലിലുള്ള ഫുൾ ആൾക്കാരെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഏ കവിത ലിഖ്തി ഹേ, ഇവള് കവിത എഴുതും, ഇവൾ പുറത്തൊന്നും പറയാതെ ഇരിക്കുകയാണ്, ഇവൾ നന്നായി കവിത എഴുതും. ഫിർ ഹം ദോനോ മേ മിത്രത ഹോ ഗയി ഹേ, അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും എന്തായി, മിത്രത ഹോ ഗയി ഹേ മീൻസ് ഫ്രണ്ട്സായി. ക്രോസ് ദ വേർഡ് മേം ഏക് പേട് കി ഡാൽ നീച്ചി ദി, ക്രോസ് ദ വേർഡിലെ ഒരു മരത്തിൻ്റെ ഒരു ശിഖരം, ഒരു ബ്രാഞ്ച് എന്തായിരുന്നു, നീച്ചീതി താഴ്ന്നായിരുന്നു ഇരിക്കുന്നത്, അതായത് ആ മരത്തിൻ്റെ ചില്ല താഴ്ന്നായിരുന്നു, ആ ബ്രാഞ്ച് താഴ്ന്നായിരുന്നു. ഉസ് ഡാൽ പർ ഹം ലോഗ് ബൈറ്റ് ജാത്തേതെ, അതുകൊണ്ട് തന്നെ ആ ബ്രാഞ്ചിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഇരുന്നു. ജബ് और लड़कियां खेलती थी തബ് ഹം ലോഗ് തുക് മിലാത്തേത്, മറ്റു പെൺകുട്ടികൾ അവിടെ കളിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, ഹം ലോഗ് തുക് മിലാത്തേത്, ഞങ്ങൾ റൈംസ് എഴുതുമായിരുന്നു. ഉസ് സമയ ഏക്ക് പത്രിക നികൽത്തി തി, ആ സമയത്തൊരു പത്രിക ഉണ്ടായിരുന്നു, ആ പത്രികേൻ്റെ പേരാണ് സ്ത്രീ ദർപ്പൺ എന്ന ഒരു എഡിറ്റോറിയൽസ് അവിടെ ഉണ്ടായിരുന്നു. ഉസിമേം ബേജ് ദേത്തേ ഹെ, ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എഴുതുന്ന ഈ ഒരു റൈംസ് എല്ലാം ഞങ്ങൾ ആ ഒരു എഡിറ്റോറിയലിലേക്ക്, സ്ത്രീ ദർപ്പൺ എന്ന് പറഞ്ഞ എഡിറ്റോറിയലിലേക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പം ഈ തുക്ബന്ദി ചബ്ബി ജാത്തിദി, ഞങ്ങളുടെ ആ ഒരു റൈംസ് എന്ത് ചെയ്തു, ചപ്പ് മീൻസ് ഇവിടെ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു, ആ എഡിറ്റോറിയലിൽ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. ഫിർ യഹാം കവി സമ്മേളൻ ഹോനെ ലഗേ തോ ഹം ലോഗ് ബി അപ്പനെ ഉന്മേ ജാനെ ലഗേ, പിന്നീട് അവിടെ കവി സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങളും എന്ത് ചെയ്തു, അതിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഹിന്ദി ക ഉസ് സമയ പ്രസാർദ, ആ സമയത്ത് ഹിന്ദി എല്ലായിടത്തും പ്രചരിച്ചു വരുന്ന സമയമായിരുന്നു. മേ സൻ 1917 മേ യഹാം ആയി, ഞാൻ ഇവിടെ വന്നത് എപ്പോഴാണ്, മേ സൻ 1917 മേ യഹാം ആയി ദി, ഞാനിവിടെ 1917 ഇവിടെ വന്നിരിക്കുന്നത്. उसके उपरांत गांधी जी का सत्याग्रह आरंभ हो गया, അതിനുശേഷം ഉപരാന്ത് മീൻസ് ആഫ്റ്റർ ദാറ്റ് ഗാന്ധിജി കാ സത്യാഗ്രഹ ആരംഭ ഹോ ഗയ, ഗാന്ധിജിയുടെ സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു, സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവർ ആനന്ദ് ഭവൻ സ്വതന്ത്രത കെ സംഘർഷ കാ കേന്ദ്ര ഹോ ഗയ, ആനന്ദ ഭവൻ സ്വതന്ത്രത സംഘർഷത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തു. ജഹാം തഹ ഹിന്ദി കാ
भी प्रचार चलता था അവിടെയൊക്കെ എന്തുണ്ടായിരുന്നു ഹിന്ദിയുടെ പ്രചാരം നടക്കുന്നുണ്ടായിരുന്നു कवि सम्मेलन होते थे तो ക്രാസ്ത് വേഡ് സെ മേഡം ഹംകോ സാത്ത് ലേക്കർ ജാത്തി थी കവി സമ്മേളനം നടക്കുമ്പോൾ ക്രോസ്ത് വേഡിലെ മേഡം ഞങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോയി ആ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു ഹം കവിത സുനാത്തേ ഥേ ഞങ്ങൾ കവിത വായിക്കുമായിരുന്നു പറയുമായിരുന്നു കവി ഹരിയൗദ്ജി അധ്യക്ഷ ഹോത്തേതെ ചിലപ്പോഴൊക്കെ ആരായിരുന്നു അധ്യക്ഷനായിരുന്നത് പ്രസിഡന്റ് ആയിരുന്നത് ഹരിയൗദ്ജി അധ്യക്ഷനായിരുന്നു അവിടുത്തെ കവി സമ്മേളനത്തിലെ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നത് ഹരിയൗദ്ജി ആയിരുന്നു കവി ശ്രീധർ പാഠക് ഹോത്തേതെ ചിലപ്പോഴൊക്കെ ആരായിരുന്നു ശ്രീധർ പാഠക് ആയിരുന്നു അധ്യക്ഷൻ കവി രത്നാകർജി ഹോത്തേതെ ചിലപ്പോഴൊക്കെ രത്നാകർജി ആയിരുന്നു കവി കോയി ഹോത്താത ചിലപ്പോഴൊക്കെ വേറെ ആരെങ്കിലും ആവുമായിരുന്നു കബ് ഹമാര നാം പുകാര ജായേ അപ്പോഴൊക്കെ ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ബേചൈനീസെ സുൻതേ രഹത്തെ ഹെ ഞങ്ങളത് ടെൻഷൻ അടിച്ചുകൊണ്ടായിരുന്നു കേട്ടോണ്ടിരുന്നത് മുജുക്കോ പ്രായ പ്രഥം പുരസ്കാർ മിൽത്താത റെസ്റ്റ്ലെസ് ആയിട്ട് ഞങ്ങളത് കേട്ടോണ്ടിരിക്കുമായിരുന്നു മുജുക്കോ പ്രായ പ്രഥം പുരസ്കാർ മിൽത്താത പ്രായ മീൻസ് ഓഫൺ എനിക്ക് പലപ്പോഴും എന്ത് പുരസ്കാരം കിട്ടുമായിരുന്നു പ്രഥം പുരസ്കാരം എനിക്ക് പ്രഥം പുരസ്കാരം പലപ്പോഴും കിട്ടുമായിരുന്നു സൗസെ കം പതക് നെഹിം മിലേ ഹോങ്കെ ഉസ്മേ അതിൽ തന്നെ 100-ൽ താഴെ മെഡലുകൾ പതക് മീൻസ് മെഡലുകൾ 100-ൽ താഴെ മെഡലുകൾ എനിക്ക് കിട്ടിയിട്ടില്ല 100-ൽ കുറഞ്ഞ മെഡലുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് എന്തും കിട്ടിയിട്ടുണ്ട് ഓഫൺ പ്രഥം പുരസ്കാർ മിൽത്താത പലപ്പോഴും പ്രഥം പുരസ്കാരവും കിട്ടുമായിരുന്നു ഏക് ബാർ കി ഘടന യാദ് ആത്തി ഹെ ഒരു സമയത്തത്തെ ഘടന മീൻസ് ഇവൻ്റ് എൻ്റെ ഓർമ്മയിൽ വന്നു याद आती है कि एक कविता पर मुझे चांदी का एक कटोरा मिली ഒരു കവിത വായിച്ചപ്പോൾ എനിക്ക് എന്ത് ഗിഫ്റ്റായിട്ട് കിട്ടി പ്രസൻ്റായിട്ട് കിട്ടി ചാന്ദിക്ക ഏക്ക് കട്ടോര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവറിൻ്റെ ഒരു ബൗള് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി ബഡാ നക്കാശിദാർ സുന്ദർ അതെങ്ങനത്തെയായിരുന്നു ആ ബൗള് ബഡാ നക്കാശിദാർ മീൻസ് അതിനകത്ത് ഒരുപാട് കാർവിങ് നടത്തിയിട്ടുണ്ടായിരുന്നു കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു കാർവ്ഡ് ആയിട്ടുള്ള ഒരു ബൗളായിരുന്നു അത് സുന്ദരമായിട്ടുള്ളൊരു കാർവിഡ് ഉള്ള ഒരു ബൗളായിരുന്നു അത് ഉസ് ദിൻ സുഭദ്ര നെഹിം ഗയീതി ആ സമയത്ത് ആര് ആ സമ്മേളനത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല സുഭദ്ര ആ സമ്മേളനത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല സുഭദ്ര പ്രായ നെഹിം ജാതീതി കവി സമ്മേളനത്തിൽ സുഭദ്ര പ്രായ മീൻസ് പ്രായ ഓഫൺ പലപ്പോഴും പോകുമായിരുന്നില്ല ആര് സുഭദ്രാജി പലപ്പോഴും കവി സമ്മേളനത്തിൽ പോകുമായിരുന്നില്ല മേനെ ഉൻസെ ആക്കർ കഹ ദേക്കോ യഹ് മില ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ദേക്കോ യഹ് മില നോക്കൂ എനിക്ക് സിൽവറിൻ്റെ എന്ത് കിട്ടി ബൗള് കിട്ടി ചാന്ദിക്ക കട്ടോര മിൽഗയ മുझे സുഭദ്രാനെ കഹ സുഭദ്ര പറഞ്ഞു ठीक है अब तुम एक दिन खीर बनाओ और मुझको इस कटोरे में गिलाओ അപ്പോൾ സുഭദ്രാനെ കഹ സുഭദ്ര കുമാരി പറഞ്ഞു ठीक है ശരി अब तुम एक दिन खीर बनाओ खीर മീൻസ് നമ്മൾ പറയുകയാണെങ്കിൽ സ്വീറ്റായിട്ടുള്ള ഡിഷാണ് പായസം നോർത്തിൽ പറയുന്നത് ഖീർ എന്നാണ് अब तुम एक दिन खीर बनाओ ഇനി ഒരു ദിവസം നീ എനിക്ക് എന്ത് ചെയ്യണം ഖീർ ഉണ്ടാക്കിയിട്ട് और मुझको इस കട്ടോരമേ ഗിലാവോ എനിക്ക് ഈ കട്ടോരയിൽ ഖീർ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഈ കട്ടോരയിൽ നീ തരണം ഈ ഒരു ബൗളിൽ നീ എനിക്ക് തരണം ഉസേ ബീച്ച് ആനന്ദ് ഭവൻ മേം ബാപ്പു ആയേ ആ സമയത്താണ് ആര് വന്നത് ആനന്ദ് ഭവനത്തിൽ ബാപ്പു മീൻസ് ഗാന്ധിജി വരുന്നത് ഹം ലോഗ് തബ് അപ്പനെ ബേജ് ഖർച്ച് മേം സെ हमेशा एक दो आने देश के लिए बचाते थे और जब बापू आते थे तो वह पैसा उन्हें दे देते थे അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവരുടെ ആനന്ദഭവനത്തിൽ ബാപ്പുജി വന്നു ഹം ലോഗ് തബ് അപ്പനെ ജേബ് ഖർച്ച് മേം ജേബ് ഖർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് മണിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പോക്കറ്റ് മണിയിൽ നിന്നും ഹമേശ എല്ലായ്പ്പോഴും ഏകേക്ക് ദോ അണേ ദേശ് കേലിയെ ബച്ചാത്തേ ദേ ഒന്നൊന്ന് അല്ലെങ്കിൽ ഈ 2 അണ വെച്ചിട്ട് ഓരോരോ അണ അല്ലെങ്കിൽ ഈ 2 അണ വെച്ചിട്ട് കേലിയെ ബജാത്തേ ദേ ബജാത്തേ മീൻസ് സേവ് ചെയ്യുമായിരുന്നു
അവർ ജബ് ബാപ്പു ആത്തേത്തോ അപ്പോൾ എപ്പോഴാണോ ബാപ്പു വരുന്നത് വഹ് പൈസ ഉനേം ദേത്തേതേ ഞങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പൈസ ഞങ്ങളുടെ പോക്കറ്റ് മണിയിൽ നിന്നും സേവ് ചെയ്ത് വെച്ചത്. എപ്പോൾ ബാപ്പു വീട്ടിലേക്ക് വരുന്നോ അപ്പോഴൊക്കെ ഈ പൈസ ഞങ്ങൾ അദ്ദേഹത്തിന് എടുത്തു കൊടുക്കുകയായിരുന്നു. ഉസ് ദിൻ ജബ് ബാബു കെ പാസ് മേ ഗയി തോ അപ്ന കട്ടോര ബി ലേത്തി ഗയി. ആ ദിവസം ഞാൻ എന്ത് ചെയ്തു, ബാപ്പുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ തനിക്ക് ഗിഫ്റ്റായി കിട്ടിയ കട്ടോരയും കൂടി ആ ബൗളും കൂടി അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. മേനെ നിക്കാൽക്കർ ബാപ്പുക്കോ ദിക്കായ, ഞാൻ കട്ടോര എടുത്തിട്ട് ബൗൾ എടുത്തിട്ട് നിക്കാൽക്കർ മീൻസ് പുറത്തേക്ക് എടുത്തിട്ട് ബാപ്പുക്കോ ദിക്കായ, ബാപ്പുവിനെ ആ ബൗൾ കാണിച്ചു കൊടുത്തു. മേനെ കഹ കവിത സുനാനെ പർ മുജ്കോ യഹ് കട്ടോര മില, ഞാൻ പറഞ്ഞു കവിത സുനാനെ പർ, കവിത വായിച്ചിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ കട്ടോര. കഹനെ ലഗെ അച്ഛാ ദിഖാ തോ മുജ്കോ, അപ്പം ബാപ്പു പറയാണ് കഹനെ ലഗെ പറയുകയാണ് അച്ഛ ദിഖാ തോ മുജ്കോ, ഒന്ന് കാണിക്കൂ, നല്ലതാണല്ലോ, എന്നെ ഒന്ന് കാണിക്കൂ. മേനെ കട്ടോര ഉൻകി और से बढ़ा दिया तो उसे हाथ में लेकर बोले तू देती है इसे, ഞാൻ അദ്ദേഹത്തിൻ്റെ നേരെ എന്ത് ചെയ്തു, കയ്യിലിരിക്കുന്ന കട്ടോര നീട്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു തു ദേത്തി ഹേസെ, നീ എനിക്കിത് തരുമോ? അപ്പം മീ ക്യാ കത്തി, ഇപ്പം ഞാൻ എന്ത് പറയും? ഗാന്ധിജി എന്നോട് ചോദിക്കുകയും ചെയ്തു ഈ കട്ടോര ചാന്ദീൻ്റെ ബൗൾ എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തു, സിൽവർ ബൗൾ എനിക്ക് തരുമോ എന്ന് ഗാന്ധിജി ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ലേഖിക്ക് എന്ത് പറയും, മറുപടി പറയാനൊന്നുമില്ല. മേനെ ദേ ദിയ അവർ ലൗട്ടായി, എന്നിട്ട് എന്ത് ചെയ്തു, ഞാനത് ബാപ്പുവിന് കൊടുത്തിട്ട് ഞാൻ തിരികെ എൻ്റെ ഹോസ്റ്റലിലേക്ക് തന്നെ വന്നു. ദുഃഖ് യഹ് ഹുവാക്കി കട്ടോര ലേക്കർ കഹത്തെ കവിത ക്യാ ഹെ, ദുഃഖം ഈ ഒരു കാര്യം മാത്രമായിരുന്നു. കട്ടോര കൊടുത്തതിനല്ല, എനിക്ക് ബൗൾ കൊടുത്തതിനല്ല ദുഃഖം, അത് കവിത എന്താന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. पर കവിത സുനാനേക്കോ ഉന്നോനെ നെഹി കഹ, പക്ഷേ കവിത ഒന്ന് പാടി കേൾപ്പിക്കാൻ ആര് പറഞ്ഞില്ല, ബാപ്പുജി പറഞ്ഞില്ല. എനിക്ക് ഗിഫ്റ്റായി കിട്ടിയതാണത്. എന്നിട്ട് അത് എന്ത് പാടിയപ്പോഴാണ് ആ കവിത ഒന്ന് കേൾക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ലല്ലോ എന്നാണ് അവൾക്ക് വന്ന സങ്കടം. ലൗട്ട് കർ അബ് മേനെ സുഭദ്ര ജീസെ കഹാ കി കട്ടോരാത്തോ ചലാ ഗയ, തിരിച്ചു വന്നിട്ട് സുഭദ്രാജീനോട് പറഞ്ഞു കട്ടാരോത്തോ ചലാ ഗയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബൗള് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബൗള് ഞാൻ കൊടുത്തു. സുഭദ്രാജീനെ കഹ ഓർ ജാവോ ദിക്കാനെ, സുഭദ്രാജി കുറച്ച് ദേഷ്യത്തോടെ പറയാണ് ഇനിയും കൊണ്ടുപോയി കാണിക്ക്, അപ്പോൾ പോവില്ല. ഫിർ ബോലി, എന്നിട്ട് പറഞ്ഞു ദേഖോ ഭായി ഗീർ തോ തുംകോ ബനാനി ഹോഗി, ദേഖോ ഭായി നീ എന്ത് ചെയ്യണം, ഗീർ എന്തായാലും പായസം എന്തായാലും നീ ഉണ്ടാക്കി തന്നേ മതിയാവൂ. അപ്പോൾ തും ചാഹെ പീതൽ കി കട്ടോരിമേ ഗിലാവോ ചാഹെ ഫൂൽ കെ കട്ടോരമേ, നിനക്ക് വേണമെങ്കിൽ നിനക്കത് പീതൽ കി കട്ടോരമേ, പിച്ചള പാത്രത്തിൽ ബ്രാസ് ബൗളിൽ വേണേൽ തരാം, അല്ലെങ്കിൽ ഫൂൽ കെ കട്ടോരമേ, പൂവിൻ്റെ കട്ടോരയിലും നിനക്ക് തരാം. എന്തിലാണേലും നീ എന്ത് തന്നാൽ മതി, എനിക്ക് ഖീർ പായസം തന്നാൽ മതി. ഫിർ ബി മുझे मन ही मन പ്രസന്നത ഹോ രഹി ദീക്കി, പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലൊരു സന്തോഷം എനിക്കുണ്ട്. എന്ത് സന്തോഷ? പുരസ്കാർ മേ മില അപ്ന കട്ടോരെ മേനെ ബാപ്പുക്കോ ദേ ദിയ, എനിക്ക് കിട്ടിയ പുരസ്കാരം ഞാൻ ആർക്കാ കൊടുത്തത്, ബാപ്പുവിനാണ് കൊടുത്തതെന്നുള്ളൊരു സന്തോഷം മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. സുഭദ്രാജി ഛാത്രാവാസ് ചോടുക്കർ ചലി ഗയി, അങ്ങനെ ലാസ്റ്റ് സുഭദ്രാജി ഛാത്രാവാസ് ചോടുക്കർ ചലി ഗയി, ഹോസ്റ്റൽ വാസം ഉപേക്ഷിച്ച് അവർ പോയി. തബ് ഉൻകി ജഗ ഏക് മറാഠി ലഡ്കി ജേബുൻ നീസ ഹമാരെ കമരമേ ആക്കർ രഹി, അപ്പോഴാണ് സുഭദ്രാജിയുടെ ആ ഒരു പ്ലേസിൽ ആര് വന്നത്, ഒരു മറാഠി പെൺകുട്ടിയായ ജേബുന്നീസ അവരുടെ റൂമിലേക്ക് താമസിക്കാനായിട്ട് വന്നത്. വഹ് കോലാപൂർ സെ ആയിതി, ആ മറാഠി പെൺകുട്ടി കോലാപൂരിൽ നിന്നാണ് വന്നത്. ജേബുൻ മേര ബഹുത് സാ കാം കർ ദേത്തി ദി, ജേബുന്നീസേനെ വിളിക്കുന്നതാണ് ജേബുൻ മേര ബഹുത് സാ കാം കർ ദേത്തി ദി, ഒരുപാട് അവളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ലേഖികേനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ആര്? ജേബുൻ, പുതിയതായി വന്ന പെൺകുട്ടി ഈ ലേഖികേനെ അവരുടെ ഒരുപാട് പണി ചെയ്ത് സഹായിക്കുമായിരുന്നു. വഹ് മേരി ഡെസ്ക് സാഫ് കർ ദേത്തി ദി, അവളുടെ ടേബിള്
സാഫ് ചെയ്ത് കൊടുക്കുമായിരുന്നു. കിതാബേൻ ടീക് സെ രഖ് ദേത്തി थी, പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ച് കൊടുക്കുമായിരുന്നു. അവർ ഇസ് തരഹ് മുझे കവിത കെ ലിയെ കുछ और അവകാശ് മിൽ ജാത്താ था. അങ്ങനെ എനിക്ക് കവിത എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് അവകാശ് എന്ന് പറഞ്ഞാൽ ചുട്ടി, ലീവ് എന്നാണ്. പക്ഷേ ഇവിടെ എന്താ, കുറച്ച് സമയം എനിക്ക് കിട്ടുമായിരുന്നു. എൻ്റെ കവിത എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സമയം അവിടെ കിട്ടുമായിരുന്നു. ആര് ഹെൽപ്പ് ചെയ്തതുകൊണ്ട്? പുതിയതായി വന്ന ജേബുന്നീസ ഹെൽപ്പ് ചെയ്യുന്നതും കൊണ്ട് എനിക്ക് കവിത എഴുതുവാനും വായിക്കാനും ഒക്കെ കുറച്ച് സമയം കിട്ടുമായിരുന്നു. ജേബുൻ മറാഠി ശബ്ദം സെ മിലി ജുലി ഹിന്ദി ബോൾത്തി थी. ജേബുൻ മറാഠി കലർന്ന ഹിന്ദി ആയിരുന്നു സംസാരിക്കുന്നത്. മിലി ജുലി മീൻസ് കലർന്നത്. മറാഠി കലർന്ന ഹിന്ദിയാണ് ആര് സംസാരിക്കുക? ജേബുൻ സംസാരിക്കുക. മേ ബി ഉസെ കുച്ച് മറാഠി സീഖ്നെ ലഗി. ഞാനും അവളുടെ അടുത്ത് നിന്ന് കുറച്ച് മറാഠി പഠിക്കുവാൻ തുടങ്ങി. വഹാം ഏക്ക് ഉസ്താനി ജീതി. അവിടെ ഒരു ഉസ്താനി മീൻസ് സ്കൂൾ മിസ്ട്രസ് എന്നും ടീച്ചറെന്നും ഒക്കെ ഉണ്ട് കേട്ടോ. വഹാം ഏക്ക് ഉസ്താനി ജി മീൻസ് സ്കൂൾ മിസ്ട്രസ് അല്ലെങ്കിൽ ടീച്ചർ ഉണ്ടായിരുന്നു. എന്താ പേര്? സീനത്ത് ബേഗം എന്ന് പറഞ്ഞൊരു സ്കൂൾ മിസ്ട്രസ് അല്ലെങ്കിൽ ഒരു ഉസ്താനിജി അവിടെ ഉണ്ടായിരുന്നു. ജേബുൻ ജബ് ഇക്കടെ തിക്കടെ യാ ലോക്കർ ജैसी मराठी शब्दों को मिलाकर कुछ कहती तो उस्तानी जी से टोके बिना न रहा जाता. ജേബുൻ്റെ ഇക്കടെ തിക്കടെ ലോക്കർ തുടങ്ങിയ മറാഠി വാക്കുകൾ കേൾക്കുമ്പോൾ ഒക്കെ എന്താ ഉസ്താനി ജിക്ക് ഒന്നും മിണ്ടാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. വാഹ് ദോസ്തി കവ മറാഠി ബോലി. അവർ മറാഠി ജേബുനെ വിളിക്കുന്നതാണ്. ഉസ്താനിജി ജേബുനെ കളിയാക്കി പറയുന്നതാണ് വാ ദേശി കവ മറാഠി ബോലി. ദേശി കവ മീൻസ് ദേശത്തിലെ കാക്ക മറാഠി പറയുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജേബുൻ കഹത്തി, ജേബുൻ പറയും നെഹിം ഉസ്താനിജി, ഇല്ല ടീച്ചറെ, യഹ് മറാഠി കവ്വ മറാഠി ബോൾത്താ ഹെ. ഇത് മറാഠി കവ്വയാണ്. കവ്വ മീൻസ് കാക്ക കേട്ടോ. ഇത് മറാഠി കവ്വയാണ്, അത് മറാഠിയെ പറയുള്ളൂ. ഒരു ദേശീയ കവിതയല്ല ഞാൻ, കവ്വയല്ല ഞാൻ, മറാഠി കവ്വയാണ്. ജേബുൻ മറാഠി महिलाओं की तरह किनारीदार साड़ी और वैसाही ब्लाउज पहनती थी. ജേബുൻ മറാഠി महिलाओं की तरह, ജേബുൻ മറാഠി ലേഡീസിനെ പോലെ കിനാരിദാർ സാഡി, കിനാരിദാർ മീൻസ് കിനാരിദാർ ബോർഡറുള്ള സാരിയും അതുപോലെ തന്നെ അതിന് മാച്ചാവുന്ന ബ്ലൗസുമാണ് ധരിച്ചിരുന്നത്. പെഹൻതീതി മീൻസ് ധരിച്ചിരുന്നത്. പെഹൻതീതി ധരിച്ചിരുന്നത്. कहती थी हम मराठी हूँ तो मराठी बोलेंगे. എന്നിട്ട് പറയും ഞാൻ മറാഠിയാണ്, അതുകൊണ്ട് മറാഠിയെ സംസാരിക്കുള്ളൂ. ഉസ് സമയ യഹ് ദേക്ക മേനേക്ക് സാമ്പ്രദായികത നെഹിംതി. അങ്ങനെ പറയുന്നത് കേട്ടിട്ടും എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നിയില്ല? സാമ്പ്രദായികത മീൻസ് കമ്മ്യൂണലിസ്റ്റ്, അതായത് വർഗീയത എനിക്ക് തോന്നിയില്ല. അത് പറയുന്നത് കേട്ടിട്ടും എനിക്ക് അവൾ ആ ഒരു നാട്ടുകാരെ കുറിച്ച് മാത്രം പറയുകയാണല്ലോ, അതായത് നോർത്ത് സൗത്ത് ഒരു സെപ്പറേഷൻ വിധത്തിൽ അങ്ങനെ ഒരു തോന്നിയില്ല, അവർക്ക് ഒരു വർഗീയത തോന്നിയില്ല ലഗിക്ക്. ജോ അവധിക്ക് ലടുക്കിയാം ദി വേ ആപ്പസ് മേ അവധി ബോൽത്തി ദി. അവിടെ അവധിക്ക് ലടുക്കി ഉണ്ടായിരുന്നപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്പസ് മേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംസാരിക്കുള്ളൂ? അവധിയെ സംസാരിക്കുമായിരുന്നുള്ളൂ. ബുന്ദേൽഖണ്ഡ് കി ആത്തി ദി വേ ബുന്ദേലിമി ബോൽത്തി ദി. ബുന്ദേൽഖണ്ഡിലെ പെൺകുട്ടികൾ വരുമ്പോൾ അവരെന്തേ സംസാരിക്കുള്ളൂ? ബുന്ദേലിയെ സംസാരിക്കുമായിരുന്നുള്ളൂ. കോയി അന്തർ നെഹി മാത്താത. ഒരു അന്തർ മീൻസ് ഡിഫറൻസും ഉണ്ടായിരുന്നില്ല. അവർ ഹം പഠിത്തെ ഹിന്ദി ദേ. ഞങ്ങളെന്തായിരുന്നു പഠിക്കുന്നത്? ഹിന്ദി ആയിരുന്നു. ഉറുദു ബി ഹംകോ പഠായി ജാത്തി ദി. ഉറുദു ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പരന്തു ആപ്പസ് മേം ഹം അപ്പനി ഭാഷാമേം ഹി ബോൽത്തി ദി. എന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഭാഷയിലേ സംസാരിക്കുള്ളൂ. യഹ് ബഹുത് ബഡി ബാത്ത് ദി. അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. ഏതൊക്കെ ദേശത്തു നിന്ന് പെൺകുട്ടികൾ എത്തിയാലും ഞങ്ങൾ അവിടെ എന്ത് ലാംഗ്വേജാണോ യൂസ് ചെയ്യുന്നത് അതേ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഹിന്ദിയെ സംസാരിക്കുകയുണ്ടായിരുന്നുള്ളൂ. യഹ് ബഹുത്ത് ബഡി ബാത്ത് ദി. ഞങ്ങൾക്കിടയിൽ അല്ലാതെ എന്തുണ്ടായിരുന്നില്ല? ഒരു വർഗീയത ഉണ്ടായിരുന്നില്ല. ഹം ഏക്ക് മെസ്മേം ഗാത്തേതേ. ഞങ്ങൾ ഒരു മെസ്സിൽ നിന്നാണ് കഴിച്ചിരുന്നത്. ഏക്ക് പ്രാർത്ഥനാമേം ഗഡേ ഹോത്തേതേ. ഒരേ പ്രയറിലാണ് എണീറ്റ് നിന്നത്. കോയി വിവാദ് നെഹിം ഹോത്താത. ഒരു സംഘർഷവും അവിടെ ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. മേം ജബ് വിദ്യാപീഠ് മേം ആയി തബ് തക് മേരെ ബച്പൻ കാ
वही क्रम चला जो आज तक चलता आ रहा है. मैं जब विद्यापीठ में आई, ഞാൻ എപ്പോൾ വിദ്യാപീഠത്തിൽ വന്നോ, तब तक मेरे बचपन का वही क्रम चला जो आज तक चलता आ रहा था. അപ്പോൾ വരെ എൻ്റെ കുട്ടിക്കാലത്തിൽ എന്ത് ഓർഡറിലായിരുന്നോ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ക്രമ മീൻസ് ഓർഡർ. എൻ്റെ കുട്ടിക്കാലത്ത് എന്തൊക്കെയാണോ നടന്നിരുന്നത്, ഞാൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു ക്രമത്തിൽ ഓർഡറിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ നടക്കുന്നത്. കബി കബി ബചപ്പൻ കെ സംസ്കാർ ऐसे होते ही हम बड़े हो जाते हैं തബ് തക് ചലത്തെ ഹേ. ചിലപ്പോഴൊക്കെ ബെജ്പൻ കെ സംസ്കാർ മീൻസ് കുട്ടിക്കാലത്തെ കൾച്ചറുകളൊക്കെ നമുക്ക് വലുതായതിന് ശേഷവും ഉണ്ടാകും. ആ ഒരു കൾച്ചർ നമ്മൾ വലുതാകുമ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ആ കൾച്ചർ കീപ്പ് ചെയ്യും. बचपन का एक और भी संस्कार था कि हम जहाँ रहते थे वहाँ ജവാര കെ നവാബ് रहते. കുട്ടിക്കാലത്തെ അതേപോലെ തന്നെ ഒരു കൾച്ചറിൽപ്പെട്ട ഒന്നായിരുന്നു, ഞങ്ങൾ എവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ ആരുമുണ്ടായിരുന്നു, ജവാരയ്ക്ക്, ജവാര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അവിടുത്തെ നവാബും ഉണ്ടായിരുന്നു. നവാബ് മീൻസ് ഒരു രാജ്കുമാറിനെ പോലെ, അതായത് രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു നായകന് കൊടുക്കുന്ന പദവിയാണ് എന്ത്, നവാബ് എന്ന് പറയുന്നത്. ജവാര കെ നവാബ്, ജവാര എന്ന് പറയുന്ന സ്ഥലത്തെ നവാബും ഞങ്ങളുടെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അദ്ദേഹവും താമസിച്ചിരുന്നത്. ഉൻകി നവാബി ചീൻ ഗയീദി, അദ്ദേഹത്തിൻ്റെ നവാബി എന്ന പദം എന്താ, അവർ എടുത്ത് മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ കട്ടെടുത്ത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആയിരിക്കാം ഒരു ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവി നഷ്ടപ്പെട്ടു. വേ ബേച്ചാരെ ഏക്ക് ബംഗ്ലേമേ രഹത്തേത്, ആ ബേച്ചാരെ മീൻസ് പാവം, ആ പുവർ ഗൈ എവിടെയായിരുന്നു, ഒരു ബംഗ്ലയിലായിരുന്നു താമസിച്ചിരുന്നത്. ഉസി കോമ്പൗണ്ട് മേ ഹം ലോഗ് രഹത്തേത്, ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞങ്ങളും താമസിച്ചുകൊണ്ടിരുന്നത്, ലേഖികയും താമസിച്ചുകൊണ്ടിരുന്നത്. ബേഗം സാഹിബ കത്തി ദേക്കി ഹംകോ തായി കഹോ, അവിടുത്തെ ബേഗം സാഹിബ ഞങ്ങളോട് പറഞ്ഞത് ഹംകോ തായി കഹോ, ഞങ്ങളെ എന്ന് വിളിക്കണം, തായി എന്ന് വിളിക്കണം, തായി എന്ന് വിളിക്കണം, ചാച്ചി എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നതാണ് കേട്ടോ. അതായത് അച്ഛൻ്റെ സിസ്റ്റർ ആയിട്ട് വരുന്നതാണ് ഈ തായി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബേഗം സാഹിബ ഞങ്ങളോട് പറഞ്ഞതാണ് ഹംകോ തായി കഹോ, ഞങ്ങളെ തായി എന്ന് വിളിച്ചാൽ മതി. ഹം ലോഗ് ഉൻകോ തായി സാഹിബ കഹത്തേത്, ഞങ്ങൾ അവരെ എന്താ വിളിച്ച്, തായി സാഹിബ എന്നാണ് വിളിച്ചിരുന്നത്. ഉൻകെ ബच्चे ഹമാരി മാം കോ ചച്ചി ജാൻ കഹത്തേത്, അവരുടെ മക്കൾ, ബേഗം സാഹിബയുടെ മക്കൾ ഞങ്ങളുടെ അമ്മേനെ വിളിച്ചതാണ് ചാച്ചി ജാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഹമാരെ ജന്മദിൻ വഹാ മനായെ ജാത്ത ഹെ, ഞങ്ങളുടെ ജന്മദിന് അവിടെയായിരുന്നു ആഘോഷിച്ചിരുന്നത്. ഉൻകെ ജന്മദിൻ ഹമാരെ യഹാ മാൻതേതെ, അവരുടെ ജന്മദിൻ, ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങൾ ഇവിടെയും വന്ന് എന്താ ആഘോഷിക്കുമായിരുന്നു. ഉൻക ഏക്ക് ലടുക്കാത, അവർക്ക് ഒരു ആൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ നവാബിൻ്റെയും അവരുടെ ഫാമിലീൻ്റെയും കാര്യമാണ് കേട്ടോ പറയുന്നത്. ഉൻക ഏക്ക്, അതായത് അവരുമായിട്ടൊരു ബോണ്ട് തന്നെ ഈ ഒരു ലേഖികേൻ്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നു. കാരണം അവർ ഒരേ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടായിരുന്നു. അവർക്ക് ഒരു ലടുക്കാത, ഉൻക ഏക്ക് ലടുക്കാത, അവർക്ക് ഒരു ആൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഉസ്കോ രാഖി ബന്ധനെ കേലിയെ വേ കത്തിതി, അവർ എന്താ ആ ആൺകുട്ടിക്ക് രാഖി മീൻസ് അറിയാലോ, രക്ഷാബന്ധൻ, രാഖി ബന്ധൻ കേലിയെ വേ കത്തിതി, അവരുടെ ആൺകുട്ടിക്ക് എന്താ രാഖി കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ലേഖികനോടൊക്കെ രാഖി കെട്ടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു. ബഹനോംകോ രാഖി ബാന്ധിനി ചാഹിയെ, കാരണം അവർ ഇവരെ സ്വന്തം മക്കളായിട്ടാണ് കണ്ടത്. അപ്പോൾ അവരുടെ മകന് ഇവർക്ക് എന്താ സിസ്റ്റേഴ്സാണ്. അപ്പോൾ എന്ത് ചെയ്യാണ് പറയണത്, ബഹനോംകോ രാഖി ബാന്ധിനി ചാഹിയെ, ബഹനോ മീൻസ് സിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, രാഖി കെട്ടണം, നിർബന്ധമാണത്. രാഖി കെ ദിൻ സവേരെ സെ ഉസ്കോ പാനി ബി നെഹിം ദേത്തി ദി, ഇവരുടെ ഒരു കൾച്ചറിൽ പെട്ടതാണ്. രാഖി കെട്ടുന്ന ദിവസം ബ്രദേഴ്സ് എന്ത് ചെയ്യില്ല, രാവിലെ തൊട്ട് ജലപാനം നടത്തുകയില്ല, അവർ ഫാസ്റ്റിങ്ങിലായിരിക്കും. അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണത്.
രാഖി കെ ദിൻ സവേരെ സെ രാവിലെ തൊട്ട് രാഖി കെ ദിൻ രാഖിയുടെ ദിവസം രാവിലെ തൊട്ട് ഉസ്കോ പാനി ബി നെഹിൻ ദേത്തി ദി ഒരു വെള്ളം പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഹത്തി ദി कहती दी रागी के दिन बहनें രാഖി ബാന്ദ് ജായേം തബ് തക് ബായിക്കോ നിരാഹാർ രഹന ചാഹിയെ. അവർ പറയും എപ്പോൾ വരെ എന്താ രാഖി ബാന്ദ് ജായേം തബ് തക് എപ്പോഴാണോ രാഖി കെട്ടുന്നത് അതുവരെ ബായിക്കോ നിരാഹാർ രഹന ചാഹിയെ. എന്താ സഹോദരന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അവർ നിരാഹാരത്തിൽ ഇരിക്കണം, ഫാസ്റ്റിങ്ങിലിരിക്കണം. ബാർ ബാർ കഹലാത്തി ദി ബായി ഭൂഖ ബൈട്ടാ ഹെ. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു ഞങ്ങളെ രാഖി കെട്ടാനായിട്ട്. എന്നിട്ട് ബാർ ബാർ കഹലാത്തി ദി അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നു ബായി ഭൂഖ ബൈട്ടാ ഹെ. ബായി വിശന്നിരിക്കുകയാണ്. ഭൂഖ മീൻസ് ബായി വിശന്നിരിക്കുകയാണ്. രാഖി ബാന്ധനെ കേലി എന്തിനു വേണ്ടിയിട്ട്? രാഖി നിങ്ങൾ വന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ബായി വിശന്നിരിക്കുകയാണ്. നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാലേ ആർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ? ബായിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഫിർ ഹം ലോഗ് ജാത്തേതെ. അതിനുശേഷം ഞങ്ങൾ അവിടെ ചെന്നു. ഹംകോ ലഹരിയെ യാ കുച്ച് മിൽത്തേതെ. ഞങ്ങൾക്ക് ലഹരിയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങൾക്ക് ലഹരിയെ കുച്ച് മിൽത്തേത്, അതുപോലുള്ള ലഹരിയെ യാ കുച്ച് മിൽത്തേത്, അതുപോലുള്ള കുറച്ച് സാധനങ്ങളും ഡ്രസ്സുകളും ഞങ്ങൾക്ക് കിട്ടി. ഇസി തരഹ് മുഹറം മേ ഹരെ കപ്പടെ ഉൻകെ ബൻതേതേ തോ ഹമാരെ ബി ബൻതേതേ. അതുപോലെ തന്നെ മുഹറം മുസ്ലിംസിൻ്റെ ഒരു ത്യോഹാറാണെന്ത്, മുഹറം ഒരു ഫെസ്റ്റിവലാണ് മുഹറം. അതിലവർ ഹരേ കപ്പടെ പച്ച വസ്ത്രങ്ങളാണ്, ഗ്രീൻ ക്ലോത്ത്സാണ് അവർ ധരിക്കുക. അപ്പോൾ അവരുടെ മകന് വേണ്ടിയിട്ട് ആ ഒരു ഗ്രീൻ ക്ലോത്ത്സ് അവരുണ്ടാക്കുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടും ലേഖികയ്ക്ക് വേണ്ടിയിട്ടും കൂടി എന്ത് ചെയ്യും, അവരുടെ ഫാമിലിയിൽപ്പെട്ടവർക്കും കൂടി അവരങ്ങനെ ഒരു ക്ലോത്ത് ഉണ്ടാക്കും, ഗ്രീൻ ക്ലോത്ത് ഉണ്ടാക്കും. ഫിർ ഏക്ക് ഹമാര ചോട്ടാ ബായി ഹുവ വഹ. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളും കൂടി പുതിയൊരാളും കൂടി വന്നു അല്ലേ. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും കൂടി വന്നു? ഞങ്ങൾക്കൊരു ചോട്ടാ ബായും കൂടി വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൺകുട്ടി കൂടി ഉണ്ടായി. तो ताई साहिबा ने पिताजी से कहा देवर साहब से कहो वो मेरा नेग ठीक करके रखे. तो തായി സാഹിബിനെ പിതാജി സെ കഹ. അപ്പം ഞങ്ങളുടെ തായി സാഹിബ ഞങ്ങളുടെ അച്ഛനോട് പറഞ്ഞു, അതായത് ദേവർ സാഹബ് സെ കഹോ, ദേവർ സാഹിബിനോട് പറയണം. അതായത് തായി സാഹിബ പിതാജീനെ കഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലേഖിക പറയുന്നതാണ്. ഞങ്ങളുടെ അച്ഛനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ത് പറഞ്ഞു? ദേവർ സാഹിബ് സെ കഹോ. ദേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ അനിയനെയോ ചേട്ടനെയോ ആണ് എന്തെന്ന് പറയുന്നത്, ദേവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേഗം സാഹിബ ലേഖികേൻ്റെ അച്ഛനെ സഹോദരനായിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, സഹോദരനായിട്ടാണ് ലേഖികേൻ്റെ അച്ഛനെ കണക്കാക്കുന്നത്. അപ്പോൾ സഹോദരനെ വിളിക്കുന്ന പേരാണ് ദേവർ. ദേവർ ഭർത്താവിൻ്റെ അനിയൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ, അവരെയാണ് ദേവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബേഗം സാഹിബിൻ്റെ ഭർത്താവിൻ്റെ അനിയനോ ജ്യേഷ്ഠനോ ആയിട്ടാണ് ലേഖികേൻ്റെ അച്ഛനെ അവർ കാണുന്നത്. ദേവർ സാഹിബ് സെ കഹോ, ദേവർ സാഹിബിനോട് പറയണം വോ മേരാ നേഗ് ടീ കർക്കെ രഖേം. നേഗ് മീൻസ് ഇവിടെ ഗിഫ്റ്റാണ്. എനിക്കുള്ള സമ്മാനം എടുത്തു വെച്ചോണം. ശ്യാംകോ മേ ആവുങ്കി, അതായത് എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തു വെക്കണം. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ചെറിയൊരു ആൺകുട്ടി കൂടി വന്നിരിക്കുകയല്ലേ, ആ സന്തോഷത്തിൽ എനിക്കുള്ള ഗിഫ്റ്റ് നിങ്ങളവിടെ എടുത്തു വെക്കണം. ഞാൻ മേം ശ്യാംകോ ആവുങ്കി, ഞാൻ വൈകിട്ട്, ശ്യാം മീൻസ് വൈകിട്ട് വരും. വേ കപ്പടെ വപ്പടെ ലേക്കർ ആയി. അങ്ങനെ അവർ കുറേ തുണികളൊക്കെ എടുത്തിട്ട് വന്നു. ഹമാരി മാംകോ വേ ദുൽഹൻ കഹത്തി. ഞങ്ങളുടെ അമ്മയെ അവർ ബേഗം സാഹിബ് എന്ത് വിളിക്കുന്നത്, ദുൽഹൻ എന്നാണ് വിളിക്കുന്നത്. दुल्हन कहती थी. कहने लगी दुल्हन जिनके ताई चाची नहीं होती है वे अपनी माम को कपड़ा पहनते हैं, नहीं तो 6 महीने तक चाची ताई पहनाती है. അതായത് ഇതും ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്.
അതായത് ഒരു കുടുംബത്തിൽ, ഒരു ഫാമിലിയിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് 6 മാസം വരെയുള്ള ക്ലോത്ത്സ്, തുണികൾ ഈ അമ്മായി, അതായത് അച്ഛൻ്റെ പെങ്ങളാണ് കൊണ്ട് കൊടുക്കുന്നത്. 6 മാസം വരെ ധരിക്കാനുള്ള വസ്ത്രം വരെ ആര് കൊണ്ട് കൊടുക്കും? അച്ഛൻ്റെ പെങ്ങൾ, അച്ഛൻ്റെ സിസ്റ്റർ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ അതല്ലെങ്കിൽ അമ്മയാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, दुल्हन जिनके ताई चाची नहीं होती हो वो अपनी माम की कपड़ा पहनते हैं, नहीं तो 6 महीने तक ചാച്ചി തായി പഹനാത്തി. അതായത് ഒരു ഫാമിലിയിൽ അമ്മായി, ആൻറ്റി, മൗസി ഇല്ലെങ്കിൽ, തായ് ചാച്ചി മീൻസ് ആൻറ്റി ഇല്ലെങ്കിൽ, അച്ഛൻ്റെ പെങ്ങളില്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട ഡ്രസ്സുകൾ അമ്മയാണ് കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ 6 മാസത്തേക്ക് ഈ ആൻറ്റിയാണ് കൊടുക്കുക. അതുകൊണ്ട് മേം ഈസ് ബച്ചെ കെലിയെ കപ്പടയിലായി. കാരണം എന്താ? ഞാൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കപ്പട കൊണ്ടുവരികയാണ്. കാരണം ഞാനാണ് ഈ കുട്ടിയുടെ ആൻറ്റി, തായ് ചാച്ചി ഞാനുണ്ടല്ലോ, ഇപ്പം ആരും ഇല്ലാതില്ലല്ലോ, അപ്പം ഞാനില്ലേ, അപ്പം ഞാനാണ് ഇവന് വേണ്ട ക്ലോത്ത്സൊക്കെ ഞാനാണ് കൊണ്ടുവരുന്നത്. യഹ് ബഡാ സുന്ദർ ഹേ, ഇത് വളരെ സുന്ദരമാണ്, ബ്യൂട്ടിഫുള്ളാണ്. മേം അപ്നി തരഫ് സെ ഇസ്കാ നാം മൻമോഹൻ രഖ്തി ഹും. അങ്ങനെ ബേഗം സാഹിബ തന്നെ ആ കുട്ടിക്ക് ഒരു പേരിട്ടു, മൻമോഹൻ സിംഗ്. എൻ്റെ വശത്തുനിന്ന് ഞാൻ ഇവനൊരു പേരെടുക്കുകയാണ്, മൻമോഹൻ. വഹി പ്രൊഫസർ മൻമോഹൻ വർമ്മ. എന്താ? മൻമോഹൻ വർമ്മയാണ് കേട്ടോ. वही प्रोफेसर मनमोहन वर्मा आगे चलकर जम्मू യൂണിവേഴ്സിറ്റി के वाइस चांसलर रहे. അതേ മൻമോഹനാണ് പിന്നീട് ആരായത്? പ്രൊഫസർ മൻമോഹൻ വർമ്മ ആകെ ചൽക്കർ ജമ്മു യൂണിവേഴ്സിറ്റി के വൈസ് ചാൻസലർ രഹെ. ജമ്മു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ആര്? പ്രൊഫസർ മൻമോഹൻ വർമ്മ. ബേഗം സാഹിബ പേരിട്ട ലേഖികയുടെ സഹോദരൻ മൻമോഹൻ വർമ്മ ജമ്മു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി. പ്രൊഫസർ മൻമോഹൻ വർമ്മ. ഗോരഖ്പൂർ യൂണിവേഴ്സിറ്റിക്ക് ബി രഹെ. അദ്ദേഹം എവിടെയും ഉണ്ടായിരുന്നു? ഗോരഖ്പൂർ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നു. കഹനേക്ക താൽപര്യ ഹേ കി മേരെ ഛോട്ടാ ഭായ് കാ നാം വഹി ചല ജോ തായി സാഹിബാനെ ദിയ. എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഹനേക്ക താൽപര്യ ഹേ കി, ഞാൻ എന്താ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേരെ ഛോട്ടെ ഭായ് കാ, എൻ്റെ ചെറിയ സഹോദരൻ്റെ നാം വഹി ചല ജോ തായി സാഹിബാനെ ദിയ. ആരാണ് പേരിട്ടത്? തായി സാഹിബ് ആണ് എൻ്റെ ഛോട്ടെ ഭായിക്ക് പേരിട്ടത്. അതേപോലെ തന്നെ അവനിപ്പോൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ഉൻകെ യഹാം ബി ഹിന്ദി ചൽത്തി ദി. ഇപ്പോൾ ഇവരുടെ അടുത്ത് എന്താ പ്രചാരത്തിലുള്ളത്? ഹിന്ദി സംസാരിക്കാറുണ്ട്. ഉറുദു ബി ചൽത്തി ദി, ഉറുദു സംസാരിക്കാറുണ്ട്. യോം അപ്പനെ ഗർമേം വേ അവധി ബോൾത്തേത്. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ എന്ത് സംസാരിക്കുമായിരുന്നു? അവധി ബോൾത്തേത്, അവധി സംസാരിക്കുമായിരുന്നു. വാതാവരൺ ഏസാദ ഉസ് സമയ്ക്ക് ഹം ലോഗ് ബഹുത്ത് നികടത്തെ. അറ്റ്മോസ്ഫിയർ ഇങ്ങനെയായിരുന്നു ആ സമയത്ത്. ഞങ്ങളെല്ലാവരും വളരെ നിയറസ്റ്റ് ആയിരുന്നു. നിക്കട്ട് മീൻസ് ഞങ്ങളെല്ലാവരും വളരെ നിയറസ്റ്റ് ആയിരുന്നു. ആജിക്ക് സ്ഥിതി ദേഖ് കർ ലഗ്താ ഹേ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കെന്താ തോന്നുന്നത്? ജയ്സെ വഹ് സപ്ന ഹി ദാ, എല്ലാം ഒരു സ്വപ്നമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആജ് വഹ് സ്വപ്ന ഗോഗയ, ഇന്ന് ആ സ്വപ്നം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗോഗയ മീൻസ് ഇന്ന് ആ സ്വപ്നം നഷ്ടപ്പെട്ടിരിക്കുന്നു. शायद वह सपना सत्य हो जाता तो ഭാരത് की കഥ കുച്ച് ഓർ ഹോത്തി. ഒരുപക്ഷെ ആ ഒരു സ്വപ്നം സത്യമായിരുന്നില്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്റ്റോറി തന്നെ ചിലപ്പോൾ ഒരു മാറ്റം, വേറെ എന്തോ ആവുമായിരുന്നു. ഭാരതത്തിൻ്റെ കഥ തന്നെ മാറിപ്പോവുമായിരുന്നു എന്നാണ് ഇവിടെ ലേഖിക പറയുന്നത്. അപ്പം ഞാനിതിൻ്റെ എൻഡിൽ ചില വേർഡ്സുകളുടെ മീനിങ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത വേർഡ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രമിക്കണേ. താങ്ക് യു.